തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ യോഗം തുടങ്ങുന്നതിന് മുൻപ് പ്രതിഷേധിച്ച് ബി.ജെ.പി. കൗൺസിലർമാർ മേയറുടെ ചേംബറിൽ കയറിയാണ് പ്രതിഷേധം. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി കോർപ്പറേഷനിൽ നിയമനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഞാനോ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, ഈ നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുൻപേ തന്നെയാണ് പ്രതിഷേധവുമായി ബി.ജെ.പി. അംഗങ്ങൾ രംഗത്തെത്തിയത്. അത് ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ യോഗം പുനരാരംഭിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിനായിരുന്നു ബി.ജെ.പി. കൗൺസിലർമാർ രംഗത്ത് വന്നത്. എന്തായാലും ആ പ്രതിഷേധം കൂടുതൽ കടുക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണുന്നത്. ഇന്ന് 2:30-ക്കായിരുന്നു ഇവിടെ നഗരസഭയുടെ കൗൺസിൽ യോഗം നടക്കേണ്ടത്. ആ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ മേയറുടെ ചേംബറിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതിയാണ് ബി.ജെ.പി. കൗൺസിലർമാർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മേയർ ഇതുവരെയും ഈ ചേംബറിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് ഉൾപ്പെടെ ഈ യോഗത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് തന്നെ നേരത്തെ തന്നെ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വനിതാ പോലീസ് ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഈ ബി.ജെ.പി. വനിതാ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര തന്നെ പറഞ്ഞിട്ടും പിന്നോട്ട് പോവാതെ അവിടെ നിന്ന് തന്നെ പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം. എന്തായാലും ഈ നഗരസഭയിലെ താൽക്കാലിക നിയമനങ്ങൾ, അതായത് ഭരണകാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം നിൽക്കെ ഈ താൽക്കാലിക നിയമനങ്ങൾ, ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ പാർട്ടി CPM അനുകൂലികളായ ആൾക്കാരെ നിയമിക്കുന്നു എന്നായിരുന്നു ബി.ജെ.പിയുടെ ആരോപണം, ബി.ജെ.പി. കൗൺസിലർമാരുടെ ആരോപണം. രാവിലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.വി. രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളെ കണ്ടിരുന്നു. അതിനുശേഷം ഈ 671 പേരുടെ ലിസ്റ്റാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ഇവിടെ നഗരസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ 56 പേരെ തിരഞ്ഞെടുത്തതിൽ ഭൂരിഭാഗം പേരും ഈ CPM അനുകൂലികളാണ് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇപ്പോൾ നമ്മൾ
BJP പ്രവർത്തകരെ ശക്തമായി ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് മാറ്റുകയാണ്. അവർ തിരിഞ്ഞു പോകാൻ തയ്യാറാവാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗം ആരംഭിച്ചിട്ടില്ല. മേയർ പോലും ചേംബറിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പേ തന്നെ, യോഗത്തിന് മിനിറ്റുകൾ മുമ്പേ തന്നെ ചേംബറിൽ എത്തുകയും ഈ മുദ്രാവാക്യം ഉൾപ്പെടെ മേയർ രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയുമായിരുന്നു. പ്രധാനമായും ഈ 56 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ 56-ൽ ഒരാൾ കഴക്കൂട്ടത്തുള്ള കൗൺസിലറാണ്. അത്തരത്തിൽ CPM അനുകൂലരായിട്ടുള്ള ഇത്തരത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഈ ലിസ്റ്റ് റദ്ദാക്കണമെന്നായിരുന്നു ഈ BJPയുടെ ആരോപണം. ഇപ്പോഴും അവർ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. രാവിലെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിക്കുകയും തങ്ങളുടെ ആവശ്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലും ഈ പ്രതിഷേധം കടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോഴും കാണുന്നത്. ഈ പ്രതിഷേധം BJPയുടെ കൗൺസിലർമാർ, അതായത് നഗരസഭയിലെ BJPയുടെ കൗൺസിലർമാരാണ്. ഇന്ന് 2:30 യോഗത്തിലെ ആ പ്രധാന അജണ്ടയായിരുന്നു ഈ താത്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പ്രതിഷേധിക്കും എന്നുള്ള കാര്യം രാവിലെ തന്നെ BJP അംഗങ്ങൾ അറിയിച്ചതാണ്. ആ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. ഈ കൗൺസിലർമാരെ എല്ലാം തന്നെ ഈ മേയറുടെ ചേംബറിൽ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് നേരത്തെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ ദൃശ്യങ്ങൾ നമുക്ക് മറുവശത്ത് കാണാൻ സാധിക്കും. ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ BJP കൗൺസിലർമാരുടെ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാരുടെ ആരോപണം. എന്തായാലും നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. ഇപ്പോൾ മേയർ ചേംബറിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിലവിൽ ഈ പ്രതിഷേധത്തെ ചേംബറിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് മാറ്റി ഇപ്പോൾ മേയർ ചേംബറിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ കൗൺസിൽ യോഗം 2:30 ആരംഭിക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഈ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ നടന്നിട്ടുണ്ടായത്. ഇപ്പോഴും ചില പ്രവർത്തകർ ഈ മേയറെ ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അജണ്ടകളിലേക്ക് തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുൻപേ ആയിരുന്നു BJP കൗൺസിലർ അംഗങ്ങൾ പ്രതിഷേധം തുടങ്ങിയത്. അതിപ്പോൾ ഒരുവിധം ശമിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. അവരെ അവിടെ നിന്ന് നീക്കി ഇപ്പോൾ കൗൺസിൽ യോഗം ആരംഭിച്ചിട്ടുണ്ട്. മേയർ ആര്യ മീരയുണ്ട് വിവരങ്ങളുമായി. മീര, യോഗം ആരംഭിച്ചു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് ഇപ്പോഴും BJP കൗൺസിലർ തുടരുമ്പോഴും മേയർ ചേംബറിലെത്തി ഇതിനകം തന്നെ പ്രവർത്തനങ്ങളായി നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ യോഗം 2:30 തീരുമാനിച്ചിരുന്നത്. ആ യോഗം 2:30 തുടങ്ങുന്നതിന് മുമ്പ് BJPയുടെ കൗൺസിലർമാർ ഈ ഒരു യോഗം നടക്കുന്ന ഹാളിൽ എത്തുകയും തുടർന്ന് മേയർ ഇരിക്കേണ്ട ചേംബറിൽ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരാണ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട്. എന്നാലും മറുവശത്ത് ഇപ്പോഴും പ്രതിഷേധം ബാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മേയർ ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നഗരസഭയിലുള്ള ഭരണകാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത്. ആ സാഹചര്യത്തിൽ തിരച്ചിൽ തസ്തികകളിലേക്ക് CPM ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അനുകൂലികളായിട്ടുള്ള നേതാക്കളെ പ്രവർത്തകരെ തസ്തികയിലേക്ക് എന്നാരോപിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ BJP
രാവിലെ BJP കൗൺസിലർ VV രാജേഷ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമായും ഈ 56 പേരാണ് തിരഞ്ഞെടുത്തത്. ഈ 56 പേരെ തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പേര് മാത്രം പുറത്തുവിടുന്നു. പിന്നീടാണ് അഡ്രസ് ഉൾപ്പെടെ പുറത്തുവിടുന്നത്. ഈ അഡ്രസ് പരിശോധിക്കുന്ന സമയത്താണ് ഇവർ പാർട്ടി അനുകൂല CPM പാർട്ടിക്ക് അനുകൂലരായിട്ടുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും പ്രതിഷേധവുമായി BJP കൗൺസിൽ അംഗങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അവരെ പുറത്താക്കി അകത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ കൗൺസിൽ യോഗം ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ആ പരിപാടി യോഗവുമായി മുന്നോട്ട് പോവുകയാണ് ഭരണസമിതി. പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് BJP കൗൺസിൽ അംഗങ്ങൾ. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി കോർപ്പറേഷനിൽ നിയമനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. BJP കൗൺസിൽ അംഗങ്ങൾ വലിയ പ്രതിഷേധമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ പ്രതിഷേധം ആരംഭിച്ചത്. അത് വലിയ അളവിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങി. അതിനുശേഷം പോലീസ് എത്തി ഇവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ കൗൺസിൽ യോഗം ആരംഭിച്ചിട്ടുള്ളത്. കമ്പനി ചെയർപേഴ്സൺ അവതരിപ്പിച്ച അജണ്ടകളിൽ രണ്ടാമത്തെ അജണ്ടയാണ് ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ് ശ്രദ്ധിക്കാനാണ്. ബാനറുകളൊന്നും മാറ്റണം. വെറുതെ സംഘർഷം ഉണ്ടാക്കുന്ന രീതി അവസാനിപ്പിക്കണം. സംഘർഷം ഉണ്ടാക്കുന്ന രീതി അവസാനിപ്പിക്കണം. ദയവ് ചെയ്ത BJP പാർലമെന്റ് പാർട്ടി നിയമനം പറയുകയാണ്. വേറെ ഭരണകൂടവുമായി സമരാഭാസം ഏർപ്പെടാം. വേറെ രണ്ടാമത്തെ അജണ്ടയാണ് ഇന്നത്തെ യോഗത്തിലെ ഇവിടെ ഒരു കൗൺസിൽ വെച്ച് ഒരു തൊഴിലാളികളിൽ യാതൊരു തടസ്സവുമില്ല. ഒരു കൗൺസിലറാണ് ജനപ്രതിയായതുകൊണ്ട് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നത് യാതൊരു തടസ്സമില്ല. ആ ജനപ്രതിക്ക് ഇന്റർവ്യൂ സമയത്ത് ജോലിക്ക് അഭ്യർത്ഥിക്കുന്നത് ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇന്നത്തെ വിഷയം 2024 മെയ് 15-ാം തീയതി എംപ്ലോയ്മെന്റ് ലിസ്റ്റനുസരിച്ച് സംസ്കാരമില്ലാത്ത ഈ സമരാഭാസത്തെ ഒന്ന് തള്ളി പറയണം.